ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കളർഫുൾ ആയിട്ടുള്ള ഒരു ഈസി ക്രാഫ്റ്റ് ചെയ്തെടുത്താലോ? അപ്പോൾ അതിനായിട്ട് 9 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. ഇനി പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ചെറുതാക്കി ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ഈക്വൽ ഹാഫായിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം പേപ്പറിൻ്റെ രണ്ട് സൈഡുകളും ഗം ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി അത് വീണ്ടും രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി പേപ്പറിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഭാഗത്താണ് കേട്ടോ ഇങ്ങനെ വരച്ചെടുക്കേണ്ടത്. ആദ്യം സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് സൈഡിൽ നിന്നും ഓരോ ലൈൻ വരച്ചു കൊടുക്കുക. ഒരു വി ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുക. ഇനി അതിന് താഴെയായിട്ട് ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ തന്നെ വരച്ചെടുക്കുക. അതിനുശേഷം സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേ ഷേപ്പിലുള്ള ഒരു 4 പീസസ് കൂടി നമുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് മടക്കി വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം വെച്ചു കൊടുക്കുക. അതിനുശേഷം അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് വരച്ചെടുക്കാം. എല്ലാം ഒരേ ഷേപ്പിലും സൈസിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. എല്ലാ പേപ്പറുകളും ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കട്ട് ചെയ്ത പേപ്പറിൻ്റെ സെൻറ്റർ പോർഷൻ ഗം ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് കട്ട് ചെയ്തെടുത്ത എല്ലാ പീസസ് ഓഫ് പേപ്പേഴ്സും ഒട്ടിച്ചെടുക്കാം. ഇനി പേപ്പർ നന്നായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡുകൾ കൂടി ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റിന് നമുക്ക് ക്രിസ്മസ് ട്രീ ഓർണമെൻ്റ് ആയിട്ടോ റൂം ഡെക്കർ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.